ഞാൻ വേർത്തു എന്തെടുത്ത് ഞാൻ വേർത്തു. അല്ല ഈ ചരിച്ചൊരു ഉദ്ദേശം കണ്ട അങ്ങോട്ട് ഇട്ടാനോ അല്ലേ? ഒരു ഉദ്ദേശം കണ്ട അങ്ങോട്ട് ഇട്. നമ്മ എന്തിനാ ഇത്ര ലുബ്ധിക്കണേ? ചരിച്ച ഉദ്ദേശം കണ്ടിടാം. അത് കട്ട് ചെയ്യണം ഇങ്ങനെ, എന്നാലാണ് പുതിയത് ഇട്ടായി വരുള്ളൂ. അയ്യോ അത് അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയോണ്ട് അങ്ങനെ വെച്ചോ മോനെ. എന്നിട്ട് കാണിച്ചു തരാട്ടെ മമ്മി വഴിയേ. ഈ ചവറ് മാത്രം ഇട്ടിട്ട് പച്ചമുളക് നടണം കണ്ടതാണ്. അത് സക്സസ് ആവോന്ന് അറിയാൻ വേണ്ടി നോക്കാനായിട്ട്. അപ്പൊ 2 ചാക്കിൽ നടണം. അപ്പൊ കഴിച്ചത് നമുക്ക് കാലിബ്രാക്കോസ് നട്ടു കൊടുക്കാം. ഇത്ര വലിയൊരു ചട്ടി നമുക്ക് 75 രൂപ കിട്ടി. അത് ലാഭമാണോന്ന് നിങ്ങളൊന്ന് പറ. സിമെന്റ് ചട്ടി രാത്രി ആവണിക്കുമ്പോ തീരും. ഇത് അറിയില്ല മക്കളെ മോനെ, ഞാൻ കള ഉറങ്ങാനുള്ളതാണ്. അപ്പൊ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓടിയോ. ഇതണ്ട ഇന്ന് ചെടിയുടെ വീഡിയോ. നല്ല ഭംഗിയില്ല കാണാൻ. ഇന്ന് ചെടി വീഡിയോ. ചെടി നടല് 3-4 പച്ചമുളക് ഉണ്ട്, അത് നടല്. അതൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തണേ. ദേ റോസ ഉണ്ട്. നമ്മള് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അതിനകത്ത് പോട്ടിംഗ് മിശ്രിതം ചേർക്കണം. പിന്നെ എന്തിട്ടാ മണ്ണ്, ചകിരിച്ചോറ്, ഇതുണ്ട് ആട്ടുംകാട്ടപ്പൊടി. അത് 3 കൂടി മിക്സ് ചെയ്തിട്ട് അത് തിരിച്ചിടാറുന്നില്ലേ മോനെ? മണ്ണാണ് അത്. ചെടി നടാൻ ഉണ്ട് പരിപാടി. ഇതുണ്ട് റോസ്. യെസ്റ്റർഡേ ടുഡേ ടുമാറോ അതല്ലേ? യെസ്റ്റർഡേ ടുഡേ ടുമാറോ. റോസ്മേരി. പിന്നെ റോസ്മേരി ഒക്കെ കിട്ടി മക്കളെ. 30 രൂപയുള്ളൂ ഈ ഒരു ഇതിന്. ഇതൊരു വെറൈറ്റി സാധനം. ഇത് ഇതിന്റെ പേര് നമുക്ക് അറിയില്ല. മക്കളെ റോസ്മേരി നമുക്ക് കിട്ടി മക്കളെ. റോസ്മേരി ഇത് എത്ര രൂപ അല്ലേ? 30 രൂപയുള്ളൂ. എന്റെ അമ്മേ. റോസ്മേരി കിട്ടി. പിന്നെ വേറെ ചകിരിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ട്. ചകിരിച്ചോറുണ്ട്. ചാണാപ്പൊടി അപ്പുറത്ത് നിർത്തുന്നുണ്ട്. ചാണാപ്പൊടി അല്ല, ആട്ടുംകാട്ടപ്പൊടി. പക്ഷെ ആട്ടുംകാട്ടപ്പൊടി ഇപ്പൊ ഇട്ട് കൊടുത്ത ചൂടാണെന്ന് പറയുന്നത്. പതിർത്തിട്ട് വരാ. വായോ മക്കള് വാ. അപ്പൊ ആട്ടുംകാട്ടപ്പൊടി, ചാണാപ്പൊടി അല്ല ആട്ടുംകാട്ടപ്പൊടി. ഒരു ചാക്ക് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഒരു ചാക്കിന്റെ പകുതിയിലാ. ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാലോ മീ. പേറ്റുണ്ടോ? പിടിക്കണം. മമ്മിയാണ് പണിക്കാരി. കണ്ടോ മിണ്ടോ മീ? മിണ്ടാനേ മിണ്ടായ ഉടുപ്പിന്റെ കഴുത്ത് കീഴ്പോട്ട് പോരൂടാ. അപ്പൊ മക്കളെ മണ്ണ് കോരി കൊണ്ടുപോവേണ് ചെടി നടാൻ. മതിയാവൂലേ നോയിലിത്? നോക്കട്ടെ. എംസാൻ്റെ എടുത്തോ. എംസാൻ്റെ കൂടി കൂടിയാ എന്റെ പൊന്നെ. ഞങ്ങളുടെ എംസാൻ്റെ നമ്മള് വീട് പണിക്ക് അടിച്ചല്ലേ? അതെ ആണ്. ഞാൻ വേർത്തു. ഇത്ര പോരെ? ഈ പച്ചമുളക് വെക്കാൻ വേണോട്ടനോ അല്ലേ? അപ്പൊ അത് പറഞ്ഞാ നോക്കട്ടെ. എല്ലാത്തിനും കൊണ്ട് വെക്കാൻ വേണ്ടി ഒരു ഇച്ചിരി പച്ചമുളക് അത് അവിടെ ഇച്ചിരി ഇട്ടാ മതി. അയ്യോ ചട്ടി പൊട്ടിയാ. ചട്ടി അത് മതി. തൽക്കാലം മതി. അപ്പൊ നമ്മള് മണ്ണ് കൊണ്ടേ കൂട്ടിണ്ട്. ഇനി ചകിരിച്ചോറ് ആട്ടിൻകാട്ടം മിക്സ് ചെയ്തെടുക്കണം. അതാണ് അടുത്ത പരിപാടി. ചൂട് അസഹനീയം. അപ്പൊ നനവുള്ള മണ്ണ് കുറച്ചുണ്ടായി. നനവുള്ള മണ്ണുണ്ടായി ചട്ടിയിലൊക്കെ വെച്ചത്. അത് കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉണക്കമണ്ണായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ അതിങ്ങനെ കട്ട കുത്തി കിടക്കും. മിക്സ് ചെയ്തിട്ട് വേണം ആട്ടുംകാട്ടോറ് അതൊക്കെ ഇടാനായിട്ട്. ആട്ടുംകാട്ടം ചകിരിച്ചോറൊക്കെ ഇടാൻ. അപ്പൊ മിക്സിങ് യന്ത്രം കൊണ്ടത് നമ്മ മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മിക്സിങ് യന്ത്രം പരത്തിയിട്ടിട്ട് നമുക്കിതൊന്നും അറിയില്ല കേട്ടോ. എങ്ങനെയൊന്നും പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കറിയുന്ന രീതിയിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അമ്മ ചകിരിച്ചോറ് കേട്ടോ. മുഴുവനോ? മുഴുവനുണ്ട്. അതിന്റെ പകുതി നിക്കട്ടെ. കാരണം പകുതി അവിടെ നമ്മൾ യൂസ് ചെയ്ത് പകുതി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഇടാം. പോരാട്ട ചകിരിച്ചോറ് എന്നാ കുറച്ചുകൂടി ഇട്. പോരെങ്കിൽ എന്താന്ന് വെച്ചാല് മണ്ണ് പൊടി മേത്തിക്കോട്ടല്ലേടാ. മതി മതി. മണ്ണ് കുറവാ പാടുള്ളൂ. മനസ്സിലായേനോ അല്ലേ? ചകിരിച്ചോറ് ഇച്ചിരി കൂടുതൽ വേണം. നീ മറ്റേ സാധനം ഇടണം. ആട്ടിൻകാട്ടം അടിച്ചുവാരി കൊണ്ടുണ്ടോ? എടുത്തുണ്ടോ?
അപ്പൊ കൈസ് ഇതിനകത്ത് ഒരു 5 അടിച്ചു വാരി ഇട്. ആട്ടുംകാട്ടം ഇടാം. 5 അടിച്ചു വാരി ഇട്ടോ. അല്ല ഈ ചരിച്ചൊരു ഉദ്ദേശം കണ്ട അങ്ങോട്ട് ഇട്ടാനോ അല്ലേ? ഒരു ഉദ്ദേശം കണ്ട അങ്ങോട്ട് ഇട്. നമ്മ എന്തിനാ ഇത്ര ലുബ്ധിക്കണേ? ചരിച്ച ഉദ്ദേശം കണ്ടിടാം. കാശ് കൊടുക്കാത്ത കിട്ടാത്ത മുതലുണ്ടാ. ചരിച്ച് ഉദ്ദേശം കണ്ടു. അത്ര മതിയില്ലേ? ഇത്ര ഉദ്ദേശം പോരെ? അപ്പൊ കുറച്ച് ഉദ്ദേശം ഇട്ടിട്ടുണ്ട്. ഇനി മിക്സിംഗ് യന്ത്രം ചെയ്യണം. ഇപ്പൊ ഒരു മിക്സിംഗ് യന്ത്രം റോസ് മാറ്റിയൊക്കെ അല്ലെങ്കിൽ ചിലപ്പോ മിക്സിംഗ് യന്ത്രം മിക്സ് ചെയ്ത് അത് ഓൺ ചെയ്തു. ഓക്കല്ലേ? അപ്പൊ നമ്മള് ചാണപ്പൊടി ഇട്ടു. ആട്ടുംകാട്ടപ്പൊടി ആട്ടുംകാട്ടപ്പൊടി ഇട്ടു. ചകിരിച്ചോറ് ഇട്ടു. മണ്ണിട്ടു. അവിടെ ഒരു ഇത്തിരി ഇരിക്കണ്ടല്ലോ. സംഭവം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് അതൊരു കറക്റ്റ് അതിന്റെ എന്നിട്ട് പറയാമോ? കൺസിസ്റ്റൻസി അല്ലല്ലോ. റേഷ്യോ അതന്നെ. അമ്മന് ഇത് ഇവിടെ വെച്ച് കളയണ്ടോ? ഇത് അങ്ങോട്ട് ഇട്ടോട്ടെ. ഇത് ഇട്ടോട്ടെ. അതിട്ടു. മമ്മി ഇടും. ചോദിക്കാനും വേണ്ട. എന്നിട്ട് ബാറ്ററി പൊടിയാ. ഓർഗാനിക്കാണ്. പക്ഷെ ഇത് ബാറ്ററിയുടെ കളർ. റോളുവിനെ വിളിച്ചിട്ട് വന്നില്ലല്ലോ. റോൾ അവിടെ കിടപ്പാന്ന് തോന്നണേ. ഇത് ഇതിന്റെ അടി സെറ്റിന്റെ അടി കിടക്കണ്ടായി. മിക്സിങ് യന്ത്രം മിക്സ് ചെയ്തോണ്ടിരിക്കാണ്. ചാണകം കൂടി തോന്നുന്നുണ്ട്. അത് സാരില്ല. അത് കുഴപ്പമില്ല. ചൂടാണ്. പക്ഷെ ഇനി നമുക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ടല്ലോ. വളം നനച്ചാ മതി. നനച്ചെടുത്ത് കഴിഞ്ഞാ കുഴപ്പമില്ല. നോയലിന്റെ മൂട് എടുക്കണേ. നോയൽ ഇങ്ങോട്ട് തിരിയുമ്പോ നോയലിന്റെ മൂട് എടുക്കണ്. വേഗം ഇങ്ങടാക്കി. എടാ പതുക്കെ കൊത്തുമോനെ. ഷീറ്റ് കീറി കളയില്ലേട്ടാ. അപ്പ ചെടികളൊക്കെ വെക്കാം നമുക്ക്. വെച്ച് എടാ റോസടാ മണ്ണ് മാറ്റിക്കോട്ടെ വില. എന്നിട്ട് ചട്ടിയിൽ വെച്ചോളൂ. ആ മണ്ണോടുകൂടി വെച്ചാൽ അത് പോകും. മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. ആയിക്കോട്ടെ. ഉണങ്ങൂല്ല. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയണ്ടൊന്ന് കേട്ടു നോക്ക. ആ മണ്ണ് മാറ്റി. എല്ലാവരും അങ്ങനെ റോസ നടണേ. നീയൊക്കെ ഈ യുഗത്തിലൊന്നുമല്ലേ കാണാനല്ലേ റോസ നടന്ന് ചെടി നടന്നൊന്നും. ചെടികളുടെ കടക്കലത്തെ മണ്ണ് മാറ്റണം. എന്നിട്ടാ നടണ്ടേ. ഞാൻ കണ്ടേക്കണത് അതിന്റെ കടക്കല മണ്ണ് ആ കവർ മാത്രമേ കളയുള്ളൂ. എന്നിട്ട് അത് ഇറക്കി ചട്ടിയിൽ വയ്ക്കും. അങ്ങനെ ഞാൻ കണ്ടാണ്. ആ മണ്ണ് ഭയങ്കര ദോഷം. ആ മണ്ണ് ആ മണ്ണിന് എന്തിനാ കുഴപ്പം? ചെളി പിടിച്ച് കുറുക്ക ചെളിയായിട്ടിരിക്കുന്ന മണ്ണത്. ഭയങ്കര കളിയുള്ള മണ്ണ്. അതിന് വേണ്ടിട്ടാണ് അതിന് വേര് കൊടുത്താണ്. ആ വേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കഴിഞ്ഞ് കഴിയുമ്പോ ഇതിന്റെ വളം കിട്ടും. അതിന് ഓടൂല. അതെന്താ ഓടാത്ത? മക്കളെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. നമ്മ ഒരു ചെടി റോസ് മേടിച്ചു. ആ മേടിച്ച് നമ്മ നഴ്സറിന്ന് കൊണ്ടുവരുമ്പോ ഉള്ള മണ്ണ് കളയണോ കമന്റ് ചെയ്തോളൂ ട്ടാ. ഞാൻ പല ഇതിലും കണ്ടേക്കുന്നത് അത് കളഞ്ഞിട്ടാണ് നടണേ. വെള്ളത്തിലിട്ട് ആ മണ്ണ് ഇളക്കി കളയണം. എന്നിട്ട് നടന്നത് ഞാൻ കണ്ടേക്കണേ. ആ മണ്ണ് കളഞ്ഞ ചെടി ഉണങ്ങി പോകും. എങ്ങനെ ഉണങ്ങണേ? നമ്മ പുതിയതിലേക്ക് ഇല്ല ഉണ്ടാകും. അത് നമ്മ തണലത്ത് വെക്കാം 2 ദിവസം. എന്നിട്ട് വെയിലത്തേക്ക്. തണലത്ത് വെക്കാൻ അത് ആ സൈഡിൽ എവിടെയെങ്കിലും വെക്കാം നമുക്ക്. തണലത്ത് റോസ് ചെടിയാ. എന്നിട്ടാണ് വെയിലത്തെടുത്ത് വെക്കേണ്ടത്. അപ്പൊ അത് വേര് ഇതായി പോകും, കിട്ടിക്കോളൂ. അല്ലാണ്ട് ആ മണ്ണോടുകൂടി ഇത് വെക്കാൻ. മണ്ണ് പകുതി കളയാവാണീ. എന്നിട്ട് വെക്കാം. എന്തെങ്കിലും ഒരു തീരുമാനം. പകുതി കളഞ്ഞിട്ട് വെക്കാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ സാധനം ഉണങ്ങി പോയത്. നടാറായ. അപ്പൊ മക്കളെ ഇനി ചട്ടിലേക്ക് ആക്കണത്. അതെന്തിട്ടാ? ഇത് 10 മണി. ഇതാണ് 10 മണിക്കുള്ള സാധനം. നമ്മളിത് ഈ സാധനം കൊറേ ഉണ്ടല്ലോ. ഈ സാധനം എത്രണ്ണുണ്ട്? 5 ഇത് കണ്ടോ? അതിങ്ങനത്തെ നെറ്റ് അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്തു. ഇതുപോലെ വെച്ചിട്ടുണ്ട്. പച്ചമുളക് നടണം. അതുപോലെ തന്നെ ഇത് ഈ സൈഡിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പുറ സൈഡിൽ വെച്ചിട്ടില്ല. അപ്പൊ ഇവിടെ അത് ഒരു 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് വെക്കാനുള്ള പരിപാടിയാണ്. അതിനകത്ത് മണ്ണിട്ടിട്ട് ഇതിനകത്ത് മണ്ണ് റെഡി ആക്കിയിട്ട് ഇതിൽ 10 മണി തന്നെ ഇട്ടാ പോരാ. മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ. 10 മണി അതിൻ്റെ ഉള്ളിൽ ഇല്ല, അത് കട്ട് ചെയ്യണം. ഇതിങ്ങനെ എന്നാലാണ് പുതിയത് ഇട്ടായി വരുള്ളൂ. അയ്യോ, അത് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് അങ്ങനെ വെച്ചോ മോനെ. നല്ല കനമുള്ള മതി. ഇതിങ്ങനെ ആക്കി എടുത്താൽ മതി. ഇതൊക്കെ കളഞ്ഞോ? അപ്പൊ ഏതാ കളർ? ഇത് മഞ്ഞുണ്ട്, ചുവപ്പുണ്ട്, പിങ്ക് ഉണ്ടോ? പിങ്ക് ഉണ്ട്, ഉണ്ടാകണം. വെള്ളയുണ്ടോ? പൂവരും പറയാ. വെള്ള ഇല്ല നമ്മുടെ വീട്ടിൽ. വെള്ള നമുക്ക് എവിടെന്നെങ്കിലും കൊണ്ടുവരണം. 2-3 കളറ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് പരിപാടി. ഈ സാധനത്തിൽ ഇങ്ങോട്ട് കുഴി എടുക്കുക. എന്താ ഇറക്കി വയ്ക്കുക? കുഴി എടുത്തിട്ട് ഇറക്കി വയ്ക്കാലോ.
കുഴി എടുത്തിട്ടല്ല അവരെ ഇറക്കാണ്ട് പിന്നെ ഇവന്റെ ഒരു തമാശ കുഴി എടുത്തിട്ട് ഇറക്കാണ്ട് പിന്നെ എങ്ങനെയാ വെക്കുന്നത്? കുഴി എടുത്തിട്ട് ഇറക്കിയ ചെന്നിട്ടോ മമ്മി പറഞ്ഞ പോലെ അത് ഇത് അങ്ങോട്ട് വെച്ചേ ഞാനല്ല പറഞ്ഞ റെഡി ആയത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് ദേ അവിടേക്ക് വെള്ളം നനയ്ക്കണം ഉണ്ടായി വെക്കണം. അടുത്തത് അതുപോലെ തന്നെ ഗൈസ് ഇതിന് കുറെ കുഞ്ഞു സംഭവങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ ഇത് മെയിൻ തണ്ട് മാത്രം നിർത്തിയാൽ മതി എന്നാലും പുതിയ മുളകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയിൽ വരുള്ളൂ. അങ്ങനെയാണെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം അല്ലേ മീ? അയ്യോ ഇതിനകത്ത് കിട്ടില്ലടാ. അപ്പം അടുത്തതിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഇതിപ്പോ കൊറേ ആയില്ലടാ. അതിന് അമ്മ അത്ര പുറത്തു കൊണ്ടുവന്നതിന് അപ്പോൾ കഴിച്ച് നമ്മൾ അടുത്തതിൽ നട്ടു. അപ്പോൾ കഴിച്ച് നമുക്ക് സാധനം ഷീറ്റുമ്മ ഇല്ല ഷീറ്റെല്ലാം മീൻ്റെ പേര് ഗ്രില്ല് അത് ഏത് ഹൈറ്റിലാണ് വെച്ചാണ്? ഈ ഹൈറ്റിലാണ് വെച്ചാണ്. അപ്പോൾ ഇതിലിങ്ങനെ തൂക്കി കൊടുക്കാം. അടുത്തത് ഇച്ചിരി അകത്തി വെക്കി. ഇത് ഈ ഗ്യാപ്പിന് വെച്ചാൽ മതി. ഇതാടാ നീങ്ങടാ അറ്റത്തേക്ക്. 2 റൗണ്ട്. ഓക്കെ വെള്ളം എടുത്തോ മീ വെള്ളം വെച്ചോളൂ. എന്നാ അയ്യോ അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊള്ളില്ല. അതിപ്പോൾ വീഴും. ശരിക്കും കൊണ്ടിട്ടില്ല അത്. അത് പറ്റട്ടെ എന്നിട്ട് ഇനി ഒഴുക്കി മറ്റേലൊഴിക്കാം. അപ്പോൾ നമ്മളെല്ലാം 5 സാധനം തൂക്കിയിട്ടുണ്ട്. അതിൽ ചെടിയും വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ സംഭവം ഇനി വലുതായി 5 ആ സാധനമല്ല 5 ചട്ടി വലുതായി കഴിയുമ്പോൾ ഇതുപോലെ വരും. പൂവൊക്കെ ഇട്ട് ഇപ്പോൾ ഈ പൂവ് ഇത് ഇപ്പുറത്തെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് എന്താ വെച്ചിട്ട് എന്തോരം നാളായിട്ടുണ്ടാവും മമ്മി? അത് വെച്ചിട്ട് ഒരു 3-4 മാസം. 3-4 മാസമല്ലേ? പൂവ് നല്ല രാവിലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും പൂവ്. വൈകുന്നേരം ആയി പോയി കഴിഞ്ഞപ്പോൾ വാടി പോയത് ഇതൊക്കെ കുമ്പി പോയി അല്ലേ മീ? മമ്മി എന്തിട്ട് ചിരിക്കണേ? ഒന്നല്ലടാ അമ്മ എന്ത് ചിരിക്കണേ? നോക്ക് പല്ലുമേൽ എന്നിട്ട് അമ്മ മെഴുക ഇപ്പോഴത്തെ മോഡലതാ. ആൾക്കാര് വിചാരിക്കും ലൈഫ് ബോയ് ഒക്കെയാണ്. പക്ഷെ വായലും പക്ഷെ അത് രൂപിക്ക് നിന്നിട്ടിരിക്കുന്നല്ലേ? അങ്ങനെ വിചാരിക്കണ തേന്നിലാ നിന്നിട്ടിരിക്കുന്ന ലൈഫ് ബോയ് ആണെന്ന് വിചാരിക്കുന്നത്. ലൈഫ് ബോയാ? ലൈഫ് ബോയാണ് പല്ലമ്മേലോട്ട്. അതേത് മണ്ടന്മാരാ അത് വിചാരിച്ചേ? അപ്പൊ മക്കളെ നമ്മ പച്ചമുളകും തൈ നടണമെന്ന് പറഞ്ഞില്ലേ? അതിനുള്ള സജ്ജീകരണമാണ് ഇതിനകത്ത്. ചപ്പും ചവറും എന്നിട്ട് കാണിച്ചു തരാട്ടെ മമ്മി വഴിയെ. ചവറ് മാത്രം ഇട്ടിട്ട് പച്ചമുളക് നടന്ന കണ്ടതാണ്. അത് സക്സസ് ആവുമെന്ന് അറിയാൻ വേണ്ടി നോക്കാനായിട്ട്. അപ്പൊ 2 ചാക്കിൽ നടണം. അപ്പൊ ഇതിപ്പോ ഓട്ട തുളച്ചു മമ്മി കൊണ്ടുവന്നേനോ അതിലെ കത്രിക കെട്ടി ഇതാക്കണല്ലേ. ഓട്ട തുളച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചും കൊണ്ട് കാണണല്ലേ വെച്ചും കൊണ്ട് അതങ്ങനെ കെട്ടിയെടുക്കണം കൈസ്. അങ്ങനെ ഇങ്ങനെ വായ അടച്ച് എടുത്തും കൊണ്ട് വേണം ബാക്കിയുള്ള പണി. ഇതെന്തേത് തുമ്പിട് ഇവിടെ വേണം ഓർമ്മ അറിയാം. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. മമ്മി ഒരു ഇതിൽ കണ്ടതാണ് യൂട്യൂബിൽ. അപ്പം കറക്റ്റ് ഇത് ഇത്രയും നല്ല പോരാ. ഇതിങ്ങനെയാണ് പോണ്ടേ. ആര് ചാക്കൂത്തലാർന്ന പണി ചാക്കൂത്തലാർന്ന ആൾക്ക് പണി ഇപ്പോഴാണ് കടയിൽ പോയി തുടങ്ങിയത്. കേറി നിക്കണോടാ. കേറി നിന്ന് ചവിട്ടി അമർത്തണം. കേറി പൊട്ടി പോവുത്. അങ്ങോട്ട് പൊട്ടി റോള്. മതി എന്നിട്ടൊന്ന് കുടഞ്ഞേ. ഇങ്ങോട്ട് കുടഞ്ഞ് ഇതാക്കി കൊടുക്കുമല്ലേ. ഇതിനകത്ത് ഒരെണ്ണം നടാൻ പറ്റുള്ളൂ എന്നേടാ. ഒരെണ്ണം മതി തൽക്കാലം. ഈ മൂലക്കയിൽ നടുവരണം, ഇവിടെ നടുവരണം. അങ്ങനെ പറ്റും. ഒരെണ്ണം നടുക്ക് നട്ടാ മതി. എന്നാ കീറ് കത്രക എടുക്ക്. എന്തോരം വലുപ്പത്തിൽ കീറണം? എടുക്ക്. എന്നാ ഇവിടെന്ന് കീറ്. ഈ തൈ നടാനായിട്ടുള്ള ഇതില്
ഓക്കെ മതി ഇത് മതി. ഇനി ഇത് ഇതായി കീറി എന്നിട്ട് ഇനി വേണ്ട. എന്നിട്ട് ഇനിയേ അത് കുറച്ച് നിറച്ചേടാ അവിടെ. അതല്ലേ മതി മതി, അധികം നിറയ്ക്കല്ലേ. അതുകൊണ്ട് കുറച്ച് തോണ്ടിയിട്, കോരിയിട്. ഇതെവിടെ തൂക്കിടാനാ തൂക്കണത്? അതും മേടിച്ചാ? റോള് എവിടെയാ പോ? കുറച്ചുകൂടി ഇട്, ഒരെണ്ണം കൂടി ഇട്. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ്, ഇങ്ങനെയാണ് സംഭവം. അതായത് ഇതിനകത്ത് നമ്മൾ ചവറ് നിറച്ചു, എന്നിട്ട് ഇതിൻ്റെ ഇവിടെ പാക്ക് ചെയ്ത് കെട്ടി നമ്മളിതിങ്ങനെ ഇട്ട് നല്ല ഇങ്ങനെ ഇതാക്കി അമർത്തി ഇതാക്കി എടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് ഇതിൽ ഫുള്ള് ശരിക്കും കരിയിലകളും അങ്ങനത്തെ ഉണങ്ങിയ ഇലകൾ അങ്ങനത്തെ സംഭവങ്ങളാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് ഒരു ഹോൾ ഇട്ടിട്ട് കുറച്ച് ആ മിക്സ്ചർ പൊട്ടി മിക്സ്ചർ ആ സാധനം അതിനകത്ത് വെച്ചു. ഇനി ഇതേ തൈ വെച്ചു. തൈ ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് കുറച്ചും കൂടി ഇട്ട് മോനെ, അതല്ലേ ഞാൻ പറഞ്ഞേ. കണ്ടാ മണ്ണ് അങ്ങനെ ഇടുക, എന്നിട്ട് നട്. നീ കുത്തി ഇറക്കല്ലേ താഴേക്ക്. അപ്പോൾ ഗൈസ് അതാണ് സംഭവം. ഇങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. ഇത് ഇനി എന്തോരം സക്സസ് ആവുമെന്ന് വരും കാലങ്ങളിൽ മനസ്സിലാവുള്ളൂ. മമ്മി അതും കൊണ്ട് പോവുകയാണ് ദുനിയാവിൻ്റെ അടുത്തേക്ക്. അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് കഴുകുമ്പോൾ പൈപ്പിൻ്റെ കൂടെ ഒലിച്ച് പോകുന്നത്. കാല് കഴുകുന്നത് അവിടെ അല്ലേ? ഈ സാധനം ഇങ്ങോട്ട് നീക്കിയിട്ട് അത് കുറച്ചും കൂടെ നീക്കി വെച്ച് അതെടുത്തന്നത് അവിടേക്ക് വെക്കിടാ. ഇവിടെ ഇരുന്നോട്ടെ. ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇത് പനിക്കൂർക്ക. അവിടെ വയ്ക്കുക. എൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്. അത് ശരിക്കും കുറച്ചും കൂടി വലിപ്പമുള്ള തൈ വെക്കണം, എന്നാലാണ് അത് കറക്റ്റ് നിൽക്കുള്ളൂ. ഇത് കുഞ്ഞിക്കാട്ടി തൈയാണ്, അതാണ് പ്രശ്നമായി പോയത്. നമ്മുടെ കയ്യിൽ വലിയ തൈ ഇല്ല. ഉള്ളത് പറഞ്ഞാൽ വലിയ മരം പോലെ നിൽക്കുക. ഇതാണ് ഉള്ള തൈ ഉള്ളത്. റോള് പോയി കിടക്കണ. പയ്യെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, പയ്യെ. അല്ലെങ്കിൽ കുഞ്ഞും പോവും, തയ്യും പോവും, മുളകും പോവും, എല്ലാവരും പോവും. അല്ലമ്മേ? ആ ചാക്കിൻ്റെ മേലെ കൂടി കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തോ. അതിൻ്റെ ഉള്ളിൽ ഇത് നനയണ്ടേ? അത് നനച്ചിട്ടാണ് തോന്നുന്നുണ്ട് വെക്കേണ്ടത്. സാവധാനം ഒഴിച്ചൊഴിച്ച് വരുമ്പോൾ നനഞ്ഞോളും. അത്ര നനച്ചാൽ മതി. അത്ര നനയണ്ടൂടാ. എനിക്കറിയാം എന്തൊരു സംഭവം മമ്മി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിന്നല്ലേ. ഇത് എന്നിട്ട് ത്രാസ് പോലത്തെ സാധനം അല്ല മീൻ എന്നിട്ട് പറയുമ്പോൾ തൂക്കുചട്ടി ഹാങ്ങിങ് പോട്ട് തൂക്കുചട്ടി കണ്ട നമ്മളിതിനകത്ത് തൂക്കും അതിന്റെ സാധനങ്ങൾ കൊടുക്കും അല്ലേ മീ. നീ ഇപ്പൊ അത് വാരിയിട്ടേനോ അതിന്റെ പോട്ടിങ് മിശ്രിതം ഇതിനകത്ത് വാരിയിട്ട്. അപ്പൊ മക്കളെ നമുക്ക് അയ്യോടാ ഇത്ര നേരം വരെ ഓർത്തിരുന്നത് ഈ ചെടിയുടെ പേര് മറന്നു. ചെടിയുടെ പേരൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അത് പറയാം ഒരു മിനിറ്റ്. അത് സീക്രട്ടാണ്. അത് നമുക്ക് കുറച്ച് മാസിട്ട് പറയേണ്ട പേരാണത്. ഇത്ര മതിയില്ലേ സാധനം മണ്ണ്? മതി. അപ്പോൾ കൈസ് നമ്മൾ ഇതിനകത്ത് മണ്ണ് നിറച്ചു. നല്ല ടൈറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടി അങ്ങോട്ട് വെക്കണം. അപ്പോൾ മക്കളെ ഈ ചെടിയുടെ പേര് മമ്മി ഓർത്തിരുന്നു. ഇവനെ ഏതാണ്ട് ചോദിച്ചപ്പോൾ മമ്മി ഈ ചെടിയുടെ പേര് എന്താ പറയുക ഗൈസ്? നമ്മള് ഈ ചെടിയുടെ ഫോട്ടോ നമ്മുടെ ഫോൺ മറ്റേ ഇതാണ് S24. അപ്പോൾ അതിനകത്ത് ഈ സാധനം ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സർക്കിൾ വരച്ചു. അപ്പോൾ അതിനകത്ത് കാണിച്ച പേര് കാലിബ്രാക്കോസ് കാണിച്ച. അപ്പൊ നമുക്ക് ഈ കാലിബ്രാക്കോസ് നട്ടു കൊടുക്കാം. അപ്പൊ കൈസ് നമുക്ക് കാലിബ്രാക്കോസ് നട്ടു കൊടുക്കാം. സാധനം അതിൽ വെച്ചു. നമ്മൾ ആട്ടുംകാട്ടൊക്കെ ഇട്ട് വെച്ചാണ് സാധനമാണ്. മണ്ണ് പൊട്ടിങ് മിശ്രിതം കാലിബ്രാക്കോസ് നമ്മൾ നട്ടു. കുറച്ചും കൂടി ഇട്ടു. നല്ല പൂ നല്ല ഭംഗിയുണ്ടല്ലോ മീ കാണാനായിട്ട്. ഇത് എന്തിന്റെ കളർ മീ? വയലറ്റ് ആണോ പർപ്പിൾ ആണോ? പർപ്പിളാ. അപ്പൊ കളർ എന്തിട്ടാന്ന് അറിയുന്നവര് കമന്റ് ചെയ്തോളൂ. പേര് ഞങ്ങള് ഫോണിൽ കണ്ടുപിടിച്ചത് കാലിബ്രാക്കോസ്. കളർ അറിയുന്നവര് കമന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞാ കളർ വയലറ്റ് അല്ലേടാ? അല്ല ഇത് പർപ്പിൾ ആണോ വയലറ്റ് ആണോ എന്ന് കമന്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പർപ്പിള് ഇപ്പൊ ഇംഗ്ലീഷ് നമുക്ക് പറയണ്ട, തെറ്റിപ്പോ. മലയാളം പറയാ വയലറ്റ്. അപ്പൊ നമ്മള് കാലിബ്രാക്കോസ് അങ്ങനെ നട്ടെടുത്തിട്ടുണ്ട്. ഇതെവിടെ തൂക്കാനാടാ? അത് നമുക്ക് തൂക്കാമേ, നമ്മ ടെൻഷൻ അടിയില്ല. അപ്പൊ ഗൈസ് നമുക്ക് കാലിബ്രാക്കോ കെട്ടി കൊടുക്കാം. ഇത്ര ഹൈറ്റ് മതിയോ മീ? മതി. അപ്പോഴത്തിരി വെള്ളം ഒഴിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ കെട്ടിക്കോട്ടെ. കെട്ടിക്കോ. അപ്പൊ ഗൈസ് കാലിബ്രാക്കോ കെട്ടിക്കൊണ്ടിരിക്കണം. കാലിബ്രാക്കോസ്
ഓക്കെ അത് അരച്ച് കത്രിക വേണോ കത്രിക എന്നാ ഇറങ്ങല്ലേ, വെള്ളം ഒഴിച്ചു കൊടുക്ക. ഇനി ഇത് ലെവലല്ല നിക്കണേ. അപ്പൊ ഗൈസ് നമുക്ക് ആ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇത് ഇവിടെ ഒന്നും കഴിക്കണല്ലേ. അയ്യോ ഇത് പിടിച്ചമ്മ ഈ കപ്പ്. ഓ നോക്കിയില്ലായിരുന്നു, ഇപ്പൊ കാലിവറാക്കൊക്കെ പോയാനാ. വെള്ളിയിലം പ്രാണി വന്നാ കൊന്നുകളാട്ടതിനാ. കാലിവറാക്കോസിനെ ഗൈസ് അമ്മേ നെൽത്തിട്ട് ഗൈസ് കാലിവറാക്കോസിനെ അതെ ഒരു പുഴു. ആ ചെടിമ പുഴു കൊല്ലുന്നത് അവിടെ കൊണ്ടുപോയിട്ട് കൊന്നുകളാ. അപ്പൊ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാല്ലേ മീ. ഓക്കെ അപ്പൊ ഗൈസ് അടുത്തത് മക്കളെ ഇത്ര വലിയൊരു ചട്ടി നമുക്ക് 75 രൂപ കിട്ടി. അത് ലാഭമാണോന്ന് നിങ്ങളൊന്ന് പറ. സിമെന്റ് ചട്ടി. അടുത്തത് നടാൻ പോണത് എസ്റ്റർഡേ ടുഡേ ടുമാറോ. ദേ അതിന്റെ പൂ കണ്ട, നല്ല മണം മക്കളെ. നല്ല മണം, നല്ല മണം. അയ്യോ ചട്ടിക്ക് ഓട്ടാണല്ലോ മീ. ഓട്ട സൈഡിലായിരിക്കും. സൈഡിലുണ്ടാന്ന് നോക്കി. ഓട്ടില്ല ഇല്ലേ, ഓട്ട നമ്മൾ ഇടേണ്ടി വരുമോ? അയ്യോ ഓട്ട സൈഡിലിട്ട് എടുക്കാറില്ല, ഓട്ട സെന്റർ ഇടണം. അതുകൊണ്ട് എടുക്കണ്ട. അപ്പൊ ഗൈസ് നമുക്ക് ചട്ടിയിൽ യെസ്റ്റർഡേ ഇന്നലെ ഇന്ന് നാളെ ആ ചെടി നട്ടു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചട്ടി വേണം അതിന്. അത് കുറച്ച് വലിപ്പം വെക്കുന്ന ടൈപ്പ് സാധനമാണ്. ചെറിയൊരു കുറ്റിച്ചെടി പോലെ ആവണത്. അപ്പൊ നമുക്ക് കുറച്ച് വലിപ്പമുള്ള ചട്ടിയിൽ വെക്കണം. അപ്പൊ നമ്മൾ വലിപ്പമുള്ള ചട്ടി വേണമെന്നുണ്ട്. മെയിൻ കാര്യം പറയട്ടെ മക്കളെ, നമുക്ക് നിലത്ത് വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ചട്ടിയിൽ തന്നെ നടണം. ഇത് വലിയ മരമൊക്കെ കണ്ടോ ഒരു വീഡിയോയിൽ കണ്ടതിനോയില്ലേ, നല്ല വലിയ മരം കണ്ട സംഭവം ഇട്ട് കൊടുക്കാം. കഴിഞ്ഞല്ലടാ പൊട്ടി മിശ്രിതം. അതൊന്ന് നിരപ്പാക്കി എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ചെയ്താൽ മതി. അത് ഇതാന്ന് തോന്നുന്നു മെറ്റല്. അതിനധികം ഇട്ട് ലേശവും കൂടി ഇടുമോനെ പൊട്ടി മിശ്രിതം. അതിന്റെ കളയുണ്ട അങ്ങോട്ട് വെച്ചോ. കളയണ്ട, നീയല്ലേ പറഞ്ഞ കളയണ്ടാന്ന്. മമ്മി പറഞ്ഞിട്ട് കളയാണ്ട് കണ്ടത് മണ്ണുള്ള. മതി മതി, അത്ര മതി, കുറച്ചിരിക്കട്ടെ. അയ്യോടാ നിക്കടാ അത് ഇടാൻ പറ്റടാ. ഇതിന് കുറച്ച് മണ്ണും കൂടെ അതിന്റെ കടക്കയിലേക്ക് അതല്ല, മണ്ണ് ഇതുമേല് ഇതായിട്ടിരിക്കണെങ്കിലും ഇതോട് വേര് പിടിച്ചിരിക്കണെന്നുണ്ടെങ്കിലാണ്. ഇതെന്ന് പറയുന്നത് ആട്ടുംകാട്ടം ചൂടാണോ എങ്ങനെയാണെന്ന് അറിയില്ല. മനസ്സിലായ? ചൂടാണെന്ന് പറഞ്ഞതല്ലേ നമ്മ ഇതാക്കിയത്. വെള്ളയേകും, നല്ല വയലറ്റ്, ലൈറ്റ് വയലറ്റ്, പിന്നെ കൊഴിയണ സമയമാകുമ്പോ വെള്ളയേകും. അപ്പൊ അങ്ങനെയാണ്. അതറിയ ആൾക്കാർക്ക് അറിയായിരിക്കും. 3 കളർ ഉള്ളതുകൊണ്ടാണ് ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്നത് ഇതിന്. എസ്റ്റർഡേ ടുഡേ ടുമാറോ. എടാ ഇച്ചിരി കൂടി ഇടോ. മമ്മി പറഞ്ഞത് വേറെ ഒന്നല്ല മക്കളെ, എല്ലാവരും കാണിക്കുന്നത് ഇത് കണ്ട, ഭയങ്കര ഇത് കണ്ട, ഇങ്ങനത്തെ ചെടിയാണ്, ഇങ്ങനത്തെ ഇതാണ്. അതല്ല, അപ്പൊ അങ്ങനത്തെ എല്ലാവരും കളഞ്ഞിട്ടാണ് വെക്കുന്നത്. മമ്മി കണ്ടേക്കണേ. അത് ശരി, അതാണ് കളയാൻ പറഞ്ഞല്ലേ, അല്ലാണ്ട് രാത്രി ആവണേക്കുമ്പോ തീരും. ഇത് അറിയില്ല മക്കളെ മോനെ, ഞാൻ ഉറങ്ങാനുള്ളതാണ്. മതി. ഇനി മമ്മി പേരും കളയും വെട്ടിയാണെന്ന്. നീ അല്ലാണ്ട് കുറച്ച് ഇടാട്ടാ, കുറച്ച് മണ്ണ് ഇടാ അങ്ങോട്ട്. എന്താന്നറിയോ മമ്മിക്കൊരു ഇത്, ആ മണ്ണ് അതിനെന്തിലിട്ട് കുറച്ച് എന്താന്നറിയില്ല. അതപ്പൊ അതിൻ്റെ എടുക്കണ കൈ കൊണ്ട് എടുത്താ പോരെ. നല്ല അടിപൊളി റോസ് അല്ലേ, ഭംഗിയുണ്ടാണ്. ഇതുപോലെ തന്നെ നിന്നാ മതി. വൈകുന്നേരം അല്ല മതി 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 മതി. ഇപ്പൊ ഹൈറ്റ് കൂടിപ്പോത്. അത് സാറില്ല, ഹൈറ്റ് കൂടുതലുള്ള. അതെ, നല്ല നേരെ വെക്കി. നേരല്ലേ നോക്കി. ആണ് പൊട്ടി മിശ്രിതം മതി. പക്ഷേ ഈ റോസിന് കാട്ടും കാട്ടപ്പൊടിയൊക്കെ നല്ല സൂപ്പറാ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ റോസും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ മക്കളെ നമുക്ക് ഇപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വേണ്ടേ അല്ല അത് പറഞ്ഞു ഇത് അടുത്തയിൽ വെക്കാൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റോസ്മേരി ചെടി കിട്ടി നമുക്ക് നഴ്സറിയിൽ നിന്ന്. ഇതാണ് സാധനം. 30 രൂപ ഒരു ചെടിക്ക്. അപ്പൊ നമ്മളത് ചട്ടിയിൽ വെക്കാൻ പോണ്. അപ്പൊ നമ്മത് ചട്ടിയിൽ വെക്കാണ്. ഒരു കടക്ക് 30 രൂപ അല്ലേ? ഒരു തൈക്ക് 30 രൂപ. പറഞ്ഞേക്കണത് മതി, അത്ര മതി, അത്ര മതി. എല്ലാം കളയല്ലേ? മണ്ണ് ഫുള്ള് കളഞ്ഞിട്ട് വെക്കാനാണ് മമ്മി ഉദ്ദേശിച്ചത്. അപ്പൊ അത് മണ്ണും ഫുള്ള് കളഞ്ഞിട്ടും നമ്മളത് ചട്ടിയിൽ വെച്ചു. പൊട്ടിങ് മിശ്രിതം. അപ്പൊ ഇത് പിടിച്ചു വരുമ്പോ ഞങ്ങൾ ബിസിനസ് ആക്കാന്നാണ് മക്കളെ വിചാരിക്കുന്നത്. റോസ്മേരി പക്ഷെ നല്ല സ്മെല്ലുണ്ട്, നല്ല മണോടാ. അപ്പൊ നമ്മളത് റോസ്മേരിയും വെച്ചു. അവസാനത്തെ ചെടിയായിട്ടുള്ള റോസ്മേരിയും വെച്ചു. അവസാനത്തെ ചെടി ഇനി അതിന്റെ തന്നെ ഒരെണ്ണം കൂടി ഉള്ളൂ. നമ്മുടെ ചെടിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ കൈസേ ഒരു റോസ്മേരി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത്. അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിപ്പരിപാടി കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് വെച്ചു കൊടുക്കാം. സംഭവം റെഡി ആയിട്ട് വന്നാൽ മതിയായിരുന്നില്ല അമ്മി. റോളുവിന് എടുക്കാൻ റോളുവിനൊരു പുന്നാരം. റോളുവിനൊന്ന് എടുത്തു വെച്ചുകൊണ്ട് വന്നു. ഇത് രണ്ടും അവിടെ വെച്ചോനെ. ഇത് അവിടെ ഉണ്ട്. അങ്ങടും ഇങ്ങടും കടത്തി വെച്ചോ ഇവിടെ. നമ്മളിത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ വെയിലത്തേക്ക് എടുത്ത് നോക്കില്ല. ഒരെണ്ണം വേണ്ടി ഇപ്പുറത്തും വെച്ചോ. അടുത്തത് എടുത്തുണ്ട്. ഇനി എന്തിനാ മോനെ ഈ വലിയ ചട്ടി മേടിച്ചേ? ഏതാ ഇത്? അത് ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്. എന്തിലൊക്കെ വെക്കാലോ. എന്നത് അവിടെ കൊണ്ട് വെക്കാം. അപ്പൊ നമ്മള് വെച്ച ചെടികളൊന്ന് കാണിച്ചുതരാം ജസ്റ്റ്. അപ്പൊ അല്ലാണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞില്ലേ വെച്ച ചെടികൾ. യെസ്റ്റർഡേ ടുഡേ ടുമാറോ, അതായത് ഇന്നലെ ഇന്ന് നാളെ ആ ചെടി. പിന്നെ റോസ്മേരി 2 കടയുണ്ട്. ഈ യെസ്റ്റർഡേ ഒരു കടയുള്ളൂ. ഇന്നലെ ഇന്ന് നാളെ ചിരിച്ചതാ ഞാൻ. പിന്നെ ഒരു റോസ്. ഇത് എന്ത് കളറാ? ഇത് ഓറഞ്ച് കളറാ. നിനക്ക് കളറുകൾ അറിയില്ലേ? പക്ഷെ ഇത് ഓറഞ്ച് ആയിട്ട് എനിക്ക് തോന്നണല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. പീച്ചാണത്, പീച്ച് കളറാണ്. പിന്നെ നമ്മളിതേ 10 മണിയൊക്കെ ഈ സാധനത്തിലാക്കി അവിടെ അങ്ങനെ നട്ടുണ്ട്. ഇവിടെ നമ്മൾ സക്സസ് ആയിട്ട് നട്ട് കുറച്ച് ദിവസമായി. കുറച്ച് ദിവസം എത്ര ദിവസമായി ഉണ്ടാവും? 5-6 മാസം ഉണ്ടാവും. 3-4-5 മാസമായിട്ടുണ്ട് അത്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. പോട്ടി മിക്സർ ഇത്രയും ബാലൻസ് ഉണ്ട്. ഇനി നമ്മൾ പച്ചമുളകൊക്കെ നടാണ്ടില്ല. പച്ചമുളക് നടണം. അപ്പം അതൊക്കെ നട്ടിട്ട് വരാമല്ലോ മീ. ഞാക്ക അത് നട്ട് ലാസ്റ്റ്. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ചെടി നടൽ വീഡിയോ അല്ലേ? ചെടി നടൽ വീഡിയോ, ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട കണ്ടോളൂ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടൺ അടിച്ചമർത്തി പൊട്ടിച്ചോളൂ. ഓക്കേ.